ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. കപ്പ വെച്ചിട്ട് ഒരു 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാട്ടോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചതാണേ. ഇനി ഇതാ ഇതിങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇതുണ്ടോ, ഇങ്ങനെ ഇത്ര ചെറുതായി കട്ട് ചെയ്യണം. ഇതാ കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവാനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, ലേശം എണ്ണ ഒഴിച്ചു, കടുകിട്ട് കൊടുക്കാം. ഇതാ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇതാ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് പൊടിയായിട്ട് കട്ട് ചെയ്തത് ഒരെണ്ണം, ഒരു കൊത്ത് കറിവേപ്പില പൊടിയായി കട്ട് ചെയ്തത്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ. ഇനി ഇതിലിട്ട് കൊടുക്കാം. എന്താ ഇപ്പോൾ കപ്പ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ. ഇതുണ്ടോ, ഈ കിഴങ്ങ് പുഴുക്കിയിട്ട് അതിൽ ആ വെള്ളം മുഴുവൻ മാറ്റുക കേട്ടോ. എന്നിട്ട് ആ കിഴങ്ങ് മാത്രം എടുത്തിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ഇതൊന്നും വീഴാതെ നല്ല ഉരുളക്കിഴങ്ങ് പോലെ തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കണേ. ഇതങ്ങനെ ഉടച്ചെടുത്താണ് കേട്ടോ അത്. ഇതാ ഈ ചീനപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഈ മിക്സിൽ പാകമായിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാ ഒരു 1/2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതാ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് കേട്ടോ. ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. പാകത്തിനുള്ള ഉപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കട്ട കെട്ടാതെ മിക്സ് ചെയ്യണം. ഇതാട്ടോ, കട്ട കെട്ടാതെ ഒരുപാട് വെള്ളം ആവാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ. ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിലുണ്ട്. ഇതാ അതൊക്കെ ഇങ്ങനെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഷേപ്പാക്കാൻ ഇഷ്ടമാണോ അങ്ങനെയുള്ള നിങ്ങൾ ഷേപ്പാക്കിക്കോളി. എന്നിട്ട് ഇതിൽ ഈ ബാറ്ററിൽ മുക്കുക, അതിലിട്ട് കൊടുക്കുക കേട്ടോ. ഇതാട്ടോ ഒന്ന് എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ. ഏകദേശം വേവാറായി. ഇതാ ഏകദേശം കറക്റ്റ് ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കോരിയെടുക്കാം. ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഈസി ആയിട്ട്, കുറച്ച് കപ്പയുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.